ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു cra-fteria. ഇന്ന് രണ്ട് കുഞ്ഞു പോട്ടിൽ ക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആക്രിലിക് പെയിൻറ്റിൻ്റെ ഒഴിഞ്ഞ പോട്ടിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണാം. ഇനി വീഡിയോയിലേക്ക് പോവാം. ആക്രിലിക് പെയിൻറ്റിൻ്റെ ഒഴിഞ്ഞ പോട്ടിൽ കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഒരു റഫ് പേപ്പർ എടുത്തിട്ട് അതിലൊരു ലവിൻ്റെ സിമ്പിൾ വരച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അത് നടുവിലൊന്ന് പ്ലേസ് ചെയ്യാം. എന്നിട്ട് ചുറ്റും ഫെവിക്കോൾ തേച്ച് കൊടുക്കുക. ഇത് സിൽവർ കളർ ഗ്ലിറ്റർ പൗഡറാണ്. ഇത് പോട്ടിൻ്റെ ചുറ്റും ഒന്ന് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നടുവിലുള്ള പേപ്പർ ഒന്ന് റിമൂവ് ചെയ്തു. ഇത് സിൽവർ കളർ സ്റ്റോൺ ലേസാണ്. അതൊന്ന് മേലോട്ടിച്ച് കൊടുത്തു. ഇത് നേരത്തെ ഉണ്ടാക്കിയ ഫോം ഫ്ലവറാണ്. അതുകൂടി ഞാൻ അതിൻ്റെ മേലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഫ്ലവർ വൈസ് ഉണ്ടാക്കാനായി ഞാൻ എടുത്ത ബോട്ടിൽ സ്ക്വയർ ഷേപ്പിലാണുള്ളത്. ഇത് നമ്മുടെ ഫ്ലവർ വൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഐറ്റം അക്രിലിക് പെയിൻറ്റിൻ്റെ സർക്കിൾ ഷേപ്പിലുള്ള ബോട്ടിലാണിത്. ഇത് ഫെവിക്രിലിൻ്റെ മോൾഡിറ്റ് ക്ലേ ആണ്. രണ്ടിനും കുറച്ച് ഞാൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് വൈറ്റ് കളർ ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഞാൻ കുറച്ച് ടാൽക്കം പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. കെറ്റിൽ ഉണ്ടാക്കാൻ വേണ്ടി കേട്ടോ ഇത്. ഒരു ഭാഗത്ത് ആ ഷേപ്പിലൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഭാഗത്ത് ഇങ്ങനെയൊന്ന് ഞാൻ ഒട്ടിക്കുകയാണ്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിനെ മേലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ വെച്ച് കൊടുക്കുകയാണ്. ഈ ബോട്ടിലിൻ്റെ അടപ്പിൻ്റെ രണ്ട് ഭാഗത്തും ഞാൻ ഹോളിട്ട് കൊടുക്കുകയാണ്. ഇത് ഫ്ലവർ ഉണ്ടാക്കുന്ന കമ്പി. അതിലൊന്ന് ഇൻസുലേഷൻ ടേപ്പ് ഞാൻ ഒന്ന് ചുറ്റിയെടുക്കുകയാണ്. ഈ ക്ലേ ഉണങ്ങാൻ ഒരു മണിക്കൂറൊക്കെ വെച്ചാൽ മതി കേട്ടോ. ഇനി ആ കമ്പി ആ ഹോളിലൂടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെൻ്റെത് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഫുള്ളായിട്ടൊന്ന് ബ്ലാക്ക് കളർ കൊടുക്കണം. ഇത് ഇയർബഡ്സ് ആണ്. ഇതിനെ ഞാനൊന്ന് ഹാഫാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വൈറ്റ് കളർ പെയിൻറ്റിൽ മുക്കി ആ കെറ്റിലിൽ ഓരോ ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഫുള്ളായി ഞാൻ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ കെറ്റിൽ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ചെയ്തെടുക്കാവുന്ന രണ്ട് ബോട്ടിൽ ക്രാഫ്റ്റാണ്. കൂട്ടുകാരുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഫോട്ടോസും ഇൻസ്റ്റഗ്രാമിലൂടെ ഞങ്ങൾക്ക് അയക്കാം. ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എന്തായാലും ഇന്നത്തെ ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.